2025-26 വർഷത്തെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 11,72,60,353 രൂപ ചെലവും 11,55,09,764 രൂപ വരവും കാണിക്കുന്ന ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ് ബഡ്ജറ്റ് രേഖ ഏറ്റുവാങ്ങി. നമുക്ക് മഹാത്മാ പുരസ്കാരം കൂടി നേടാൻ വേണ്ടി കഴിഞ്ഞു. 23-ൽ സ്വപ്ന സമാനമായിട്ടുള്ള ഒരു നേട്ടം നമുക്ക് കൊയ്യാൻ കഴിഞ്ഞത് സംസ്ഥാനത്തിനകത്ത് സ്വരാജ്യ പുരസ്കാരം 1-ാം സ്ഥാനത്തോട് കൂടിയിട്ട് നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതി എക്കാലത്തും ഓർത്തു വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നേട്ടമാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആശുപത്രി അടക്കമുള്ള വിവിധ ഘടക സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മെയിൻ്റനൻസ് ബാങ്കിൽ നിന്ന് 1,27 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. റവന്യൂ ചെലവുകൾക്ക് എന്ന പോലെ തന്നെ മൂലധന ചെലവുകൾക്കും ബ്ലോക്ക് പഞ്ചായത്ത് കൃത്യമായ അളവിൽ കരുതൽ നടത്തിയിട്ടുണ്ട്. കരുവാച്ചേരി വനിതാ വിപണന കേന്ദ്രം കെട്ടിടം പൂർത്തീകരണത്തിനായി 36 ലക്ഷം, തൃക്കരിപ്പൂർ ചെറുവത്തൂർ ആശുപത്രിയിൽ ടോപ്പ് അനലൈസർ വാങ്ങാൻ 9 ലക്ഷം രൂപ, ആശുപത്രികളിൽ CCTV സ്ഥാപിക്കൽ, കമ്പ്യൂട്ടർ വാങ്ങൽ എന്നിവയ്ക്ക് 4 ലക്ഷം രൂപ, ചെറുവത്തൂർ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് 6.75 ലക്ഷം രൂപ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത്ത്, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K അനിൽകുമാർ, VV സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ T രതില, K വല്ലി, TS നജീബ, M കുഞ്ഞിരാമൻ, PB ഷീബ, MV സുജാത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി T രാഗേഷ്, ഹെഡ് അക്കൗണ്ടന്റ് EP വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.